പറഞ്ഞോട്ടെ, അന്ത്യസമയത്ത് അന്ത്യത്താഴം കഴിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ആൺകുട്ടികൾ നിങ്ങളുടെ പക്കത്തുണ്ടെങ്കിൽ ഒരു ലഹരി പദാർത്ഥത്തിനും ആ മക്കൾ അടിമപ്പെടൂല. ഓർത്തിരുന്നോളൂ. വൈകുന്നേര സമയത്തെ ഭക്ഷണ സംസ്കാരം, നമ്മൾ പുറമേയുള്ള ഭക്ഷണ സംസ്കാരം നിങ്ങൾ മാറ്റണമേ എന്നാണ് എന്റെ അഭ്യർത്ഥന. നിങ്ങൾ പകലോ ഉച്ചയ്ക്കോ പുറത്തോ ഭക്ഷണം കഴിച്ചോളൂ, പക്ഷെ വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കൽ നിർത്തണം. വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കൽ വീട്ടിലാവണം, അത് ലളിതമാകണം, അത് അന്ത്യത്താഴമാകണം. അത് ഉമ്മയോ ഉപ്പയോ സെർവ് ചെയ്യണം. ആ തീന്മേശയില് ഉമ്മയോ ഉപ്പയോ സെർവ് ചെയ്തുകൊണ്ട് മക്കൾക്ക് കൊടുക്കണം. അത് കുറഞ്ഞ ഭക്ഷണം മതി, വയറ് കുറഞ്ഞു കഴിച്ചാൽ മതി. കാരണം ആ സമയത്ത് മക്കൾ ഉണ്ടാവണം. നീ ഇല്ലെങ്കിൽ ഞാൻ കഴിക്കൂല എന്ന് അമ്മ പട്ടിണി കിടക്കണം. അതൊരു ദിവസമല്ല, പിറ്റേ ദിവസം പട്ടിണി കിടക്കണം. ആ പട്ടിണി യാഥാർത്ഥ്യമാകണം. അണ്ണാസാരെ രാമലീല മൈതാനത്ത് 42 ദിവസം പട്ടിണി കിടന്നിട്ടുണ്ട് അഴിമതിക്കെതിരെ, മരിച്ചു പോയിട്ടില്ല, വെള്ളം മാത്രം കുടിച്ചുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് അമ്മമാര് മക്കള് വന്നില്ലെങ്കിൽ ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് നീ എവിടെയാണ്, എന്തത്ര നേരം വരാത്തത്, എന്തായിരിക്കും അവിടെ പണിയെന്നൊന്നും ചോദിക്കൊന്നും വേണ്ട. നീ ഇല്ലെങ്കിൽ പൊന്നു മോനെ എന്റെ ഉമ്മ കഴിക്കൂല എന്ന് പറയണം. ഈ ഒരൊറ്റ വാക്കിൽ ഒതുക്കണം. നിങ്ങളുടെ ഉപദേശങ്ങളൊന്നും മക്കൾക്ക് കൊടുക്കണ്ട. അതും എന്റെ അപേക്ഷ കേട്ടോ. നിങ്ങളുടെ ഉപദേശം കൊടുക്കേണ്ട, കേൾക്കൂല. ഞാൻ ആദ്യം പറഞ്ഞു, ഓഡിറ്റർവൽക്കരണ സംസ്കാരത്തിലാണ് മക്കൾ ജീവിക്കുന്നത്. നിങ്ങൾ അന്ന് പാടവരമ്പത്തോടെ നനഞ്ഞതും, ഒരു കൊട പിടിച്ചതും, 3 പേര് കൊടയെ കയറിയതും, പുസ്തകം നനഞ്ഞതും, ഒരു തുണി എടുത്തതും, നനഞ്ഞു കഴിഞ്ഞിട്ട് പിറ്റേ സ്കൂളിൽ പോയതും, ഈറടിച്ച് പോയതും, അത് കയറിയ പാവാട ഇട്ടതൊന്നും മക്കളോട് പറയണ്ട. അതൊക്കെ ഒരു ഹൊറാർ സിനിമയിലെ കഥ പോലെ ഒരു കേട്ടിട്ട് അവർ തള്ളിക്കളയും. കാര്യം